ജ്ഞാനരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി മള്ളിയോർ വാഴും തിരുമേനി പാദം. ഓം ധ്യായാമോ ധവളാവകുണ്ഡനവതിം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാഭംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസുക്തിം ശ്രീ അമൃതാനന്ദാത്മികാമീശ്വരീം ശ്രീ അമൃതാനന്ദാത്മികാമീശ്വരീം ശ്രീ അമൃതാനന്ദാത്മികാമീശ്വരീം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിഷ്ണവേ നമഃ. നമസ്കാരം. ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗം 234 ദിവസവും അതിൽ ഗുരുദർശനം എന്ന ചടങ്ങിൻ്റെ 83 ദിവസവുമാണ്. ലോകഗുരുവായ അമ്മ അമൃതാനന്ദമയി ദേവിയുടെ മഹത്വങ്ങൾ അറിയുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ഒരു മഹാതത്വത്തിലേക്ക് കുറച്ച് കുട്ടികൾ തയ്യാറായി എന്നത് വലിയൊരു കാര്യമായാണ് കാണുമ്പോൾ. ഭാഗവത കുടുംബത്തിലെയും അമ്മയുടെ കുടുംബത്തിലെയും ധാരാളം പേർ ആ മഹാദർശനത്തെ കൂടുതൽ അറിയുന്നു, അനുഭവിക്കുന്നു. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് ഗുരുക്കന്മാർ എന്ന് പറയുന്ന ഒരു മഹത്തായ തത്വം അവരുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നതിന് കഴിയുന്നുവെങ്കിൽ അതാണ് ധന്യത. അമ്മയും അച്ഛനും മാത്രം ആധ്യാത്മികത ഉള്ളവരായാൽ പോരാ, കുഞ്ഞുങ്ങൾ കൂടി അത് ഉണ്ടാവണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യനും മഠത്തിൻ്റെ സെക്രട്ടറിയുമായ ആദരണീയ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ പുസ്തകത്തിലൂടെയും അമ്മയുടെ ജീവചരിത്രത്തിലൂടെയും ഇപ്പോൾ നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന അമൃതം ഗമയ എന്ന പുസ്തകത്തിലൂടെയും ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. ഗുരുത്വത്തിൻ്റെ പാതയിൽ ചിന്തിക്കുന്നത് തന്നെ മഹത്വം. ആ കുലം നശിക്കില്ല എന്നാണ്. സത്സംഗമായാലും നാമജപമായാലും കുലം നശിക്കാതിരിക്കാനും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാനുമാണ് നമ്മൾ മറക്കരുത്. കലിയുഗത്തിൽ അത് അനുഷ്ഠിക്കാൻ സാധിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. അമ്മ ലോകത്തിന് വഴികാട്ടുന്ന സദ്ഗുരുവാണ്. പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളെ ഒപ്പം നടന്ന് പഠിപ്പിക്കുന്ന പെറ്റമ്മയുമാണ്. തൻ്റെ കർമ്മങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ലോകത്തിന് വഴിവെളിച്ചമേകുന്നു അമൃതാനന്ദമയി ദേവി അമ്മ. അമ്മയുടെ വാക്കുകൾക്ക് അനുഭവത്തിൻ്റെ ആധികാരികതയുണ്ട്. അതുകൊണ്ട് അത് വെറുതെ ആവില്ല. ആചരണത്തിൻ്റെ പിൻബലമുണ്ട്. അതുകൊണ്ട് അത് ഒരിക്കലും പാഴാവില്ല. അതിനാൽ അവ അനുവാചകരുടെ ചിന്തയ്ക്ക് ഉത്തേജനത്തോടൊപ്പം ഹൃദയത്തിന് ഉണർവുമേകുന്നു. ഹൃദയത്തിൻ്റെ തളർച്ച, മനസ്സിൻ്റെ തളർച്ച പരിഹരിക്കണമെങ്കിൽ ഗുരുവിനും ഈശ്വരനും മാത്രമേ സാധിക്കൂ. ശരീരത്തിൻ്റെ തളർച്ച മാറ്റാനാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുന്നതും കുടിക്കുന്നതും. അതുകൊണ്ട് ഹൃദയവും മനസ്സും ഉണർവ് ആകണമെന്നില്ല. അനുവാചകരുടെ ചിന്തയ്ക്ക് ഉത്തേജനത്തോടൊപ്പം ഹൃദയത്തിൻ്റെ ഉണർവേകണമെങ്കിൽ അനുഭവത്തിൽ നിന്ന് വരുന്ന വാക്കുകളുടെ മാധുര്യമുണ്ടാവണം. അത് അമ്മ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരായി മണ്ണിൽ വന്നു പിറന്ന നമ്മുടെ പിറവിയുടെ പരമമായ ലക്ഷ്യമെന്താണ്? 3 നേരത്തിന് 6 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി മതിമറന്ന് മതാലസമായി ജീവിതം നയിച്ച് ആരുമറിയാതെ മരണപ്പെട്ടു പോവുകയല്ല. ഈ പ്രപഞ്ചത്തോട് നമുക്കൊരു ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. നമ്മുടെ ജീവിതം നാം എങ്ങനെ നയിക്കണം? ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിദിനം പാലിക്കേണ്ട സദാചാര നിയമങ്ങൾ എന്തൊക്കെയായിരിക്കണം?
വിശേഷ ദിനങ്ങൾ എങ്ങനെയായിരിക്കണം നാം ആചരിക്കേണ്ടത്? സഹപ്രവർത്തകരോടുള്ള, സഹജീവികളോടുള്ള, അയൽവാസികളോടുള്ള, നമ്മൾ കണ്ടുമുട്ടുന്നവരോടുള്ള സമീപനം എന്തായിരിക്കണം? സമഷ്ടിയങ്ങളോടുമുള്ള കാഴ്ചപ്പാട് എന്തായിരിക്കണം? പ്രകൃതി സംരക്ഷണം, പരിസര ശുചീകരണം, ഇവയുടെ തത്വവും പ്രയോഗവും എപ്രകാരമാണ്? ഇങ്ങനെ വർത്തമാന ജനത അറിഞ്ഞിരിക്കേണ്ട സർവ്വ വിഷയങ്ങളെക്കുറിച്ചും അമ്മ ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ നമ്മെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മേൽപ്പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും കാലികവും കാലാതീതവുമായ പ്രസക്തിയുള്ള ആ മഹത്തായ തത്വങ്ങളെ ലോകത്തിന് അറിയിച്ചു കൊടുക്കുന്ന മഹത്തായ ഉദാത്തമായ കർമ്മമാണ് അമ്മ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ആ മഹത്തരമായ ദർശനമാണ് അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടത്. അതിന് ഒരു വിഗ്രഹ രൂപത്തിൽ ഒരു ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വരീയ തരംഗത്തിൻ്റെ വൈശിഷ്ട്യമുള്ള മഹത്തരമായ ആ ധാരയിലേക്ക് കടന്നു വരാൻ അനേകം പേരെ പ്രേരിപ്പിക്കേണ്ട ബാധ്യത കൂടി നമുക്കൊക്കെ ഉണ്ട്. ആ മഹത്തായ ദർശനം നമുക്ക് അറിയിച്ചു കൊടുക്കാൻ ആളുകൾ വേണം, അത് അനുഭവിക്കാൻ ആളുകൾ ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെ പ്രസക്തി പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുക. ആ ആത്മീയത തീർച്ചയായും അവരെ സ്വാധീനിക്കും. അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അത് കൂടുതൽ ഉത്തേജനം പകരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മേൽപ്പറഞ്ഞ ഓരോ വിഷയങ്ങളെയും കാലികവും കാലാതീതവുമായ പ്രസക്തിയുള്ള മറ്റു വിഷയങ്ങളെയും പറ്റി അമ്മ നൽകിയിട്ടുള്ള പല സന്ദേശങ്ങളും ലോകം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദേശ രാജ്യങ്ങളിലും അതിന് വലിയ പവിത്രതയുണ്ട്. അവിടെ ഭാഷയോ ദേശമോ ഒരു വിഷയമല്ല. എന്തിൻ്റെ കാര്യത്തിൽ? ഗുരുത്വത്തിൻ്റെ കാര്യത്തിൽ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ആ ഈശ്വരീയ ധർമ്മമാണ് അമ്മയുടെ ഈ പഠനത്തിലൂടെ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് ധന്യമാർന്ന ഒരു മുഹൂർത്തമാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്നൊരു അധ്യായമുണ്ട് ആ പുസ്തകത്തിൽ. പ്രലോഭനങ്ങളെ അതിജീവിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ എന്തു വേണം എന്നാണ് അതിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മക്കളെ, ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഏതൊരാളും സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിച്ചിരിക്കണം. പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഒരുവൻ്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയാൻ കഴിയുക. പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അടിമയാകുക എളുപ്പമാണ്. എന്നാൽ വളരെ ശ്രദ്ധിച്ചേക്കേണ്ട വരികളാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുക തികച്ചും പ്രയാസകരമാണ്. എങ്കിലും അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ലോകസുഖങ്ങൾ അനുഭവിക്കരുതെന്നല്ല ഇതിനർത്ഥം. ദുഃഖങ്ങൾ അനുഭവിക്കാം, ദുഃഖങ്ങൾ അനുഭവിക്കാം, സുഖങ്ങൾ അനുഭവിക്കാം. എന്നാൽ അത് ആസക്തിയിലേക്ക് വളരാൻ അനുവദിക്കരുത്. നമുക്ക് സുഖങ്ങൾ മാത്രം മതി. ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കണം, സുഖങ്ങളും നമ്മൾ അനുഭവിക്കണം. അമ്മ എഴുതിയിരിക്കുന്നത് ലോക സുഖങ്ങൾ അനുഭവിക്കരുതെന്നല്ല ഇതിനർത്ഥം. സുഖങ്ങൾ അനുഭവിക്കാം, എന്നാൽ അത് ആസക്തിയിലേക്ക് വളരാൻ അനുവദിക്കരുത്. വിഷയങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും അവയിൽ ആസക്തിയോ മമതയോ വയ്ക്കാത്തവനാണ് യഥാർത്ഥ ധീരൻ. മദ്യപാനിയായ ഒരാൾ നാളെ മുതൽ താൻ മദ്യം കുടിക്കില്ലെന്ന് തീരുമാനമെടുക്കുന്നു. മദ്യക്കുപ്പി കിടക്കയുടെ തലപ്പത്ത് വെച്ചിട്ടാണ് ഈ തീരുമാനമെടുക്കുന്നത്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യ ചിന്ത കുടിക്കണോ വേണ്ടയോ എന്നാണ്. അത് ചിന്തിച്ചറിയാതെ
കൈ മദ്യക്കുപ്പിയിലേക്ക് നീളും. നമുക്ക് ആസക്തിയുള്ള വസ്തു അടുത്തു വെച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുക പ്രയാസമാണ്. രാമായണത്തിലെ ബാലിവധ കഥയുടെയും തത്വം ഇതുതന്നെയാണ്. ബാലി ആരോട് നേരിട്ട് യുദ്ധം ചെയ്താലും അവരുടെ പാതി ശക്തി ബാലിക്ക് വന്നു തരും. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ബാലിയെ ഒളിയം പെയ്ത് കൊന്നു എന്ന് പറയുന്നത്. ബാലി കാമത്തിൻ്റെ പ്രതീകമാണ്. കാമത്തിനെ നേരിട്ടെതിർത്താൽ വിജയിക്കില്ല. ആസക്തിയിൽ നിന്ന് മോചനം നേടുവാൻ ആദ്യം വേണ്ടത് നമുക്ക് ആസക്തിയുള്ള വസ്തുക്കളിൽ നിന്ന് അകന്നു നിന്ന് നല്ല ചിന്തകൾ മനസ്സിൽ വളർത്തുക എന്നതാണ്. മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കുറച്ചുനാൾ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മാറി നിന്ന് മനസ്സിനെ സ്വന്തം പരിധിയിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കണം. ഡ്രൈവിങ് പഠിച്ച് തുടങ്ങുന്ന ഒരാൾ ആദ്യം ഒരു മൈതാനത്തിൽ വണ്ടി ഓടിച്ച് പഠിക്കും. എന്നാൽ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിലും വണ്ടി ഓടിക്കാം. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപായി ആദ്യം മണ്ണിലെ പുല്ലും കളയും മറ്റും നീക്കി വെടിപ്പാക്കാറുണ്ട്. നിലമുഴുത മൺകട്ടകളും മറ്റും ഉടച്ച് നിരപ്പാക്കിയതിന് ശേഷമാണ് വിത്ത് വിതയ്ക്കുന്നത്. വിത്ത് മുളച്ച് വളർന്നു വരുന്ന സമയത്തും ശ്രദ്ധയോടെ കളകൾ പറിച്ചു കളയണം. അല്ലെങ്കിൽ ചെടിയുടെ വളർച്ച മുരടിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ചെടി വളർന്ന് വൻ മരമായി കഴിഞ്ഞാൽ കള നീക്കം ചെയ്യേണ്ട കാര്യമില്ല. മരത്തിനെ യാതൊന്നും ചെയ്യാൻ കളയ്ക്ക് സാധിക്കില്ല. കളയെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി മരം നേടിക്കഴിഞ്ഞു. ഇത് നമ്മൾ മറക്കരുത്. അതുപോലെ മനോനിയന്ത്രണം ശീലിച്ചു തുടങ്ങുന്നവർ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കഴിയുന്നതും മാറി നിൽക്കണം. എന്നാൽ നിരന്തരമായ അഭ്യാസത്തിലൂടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ ബാഹ്യമായ ഏത് പ്രതിബന്ധത്തെയും പ്രലോഭനത്തെയും അതിജീവിക്കുവാൻ സാധിക്കും. വലിയൊരു തത്വമല്ലേ ഒരധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അടുത്ത അധ്യായത്തിൽ പറയുന്നത് ആത്മകൃപയാണ്. ആത്മകൃപ. മക്കളെ, ഈശ്വരൻ എപ്പോഴും നമ്മിൽ കൃപ വർഷിക്കുന്നു. എന്നാൽ അത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആത്മകൃപ കൂടി ഉണ്ടാകണം. പകൽ നേരം മുറിയുടെ വാതിലുകളെല്ലാം അടച്ചിട്ടതിന് ശേഷം എനിക്ക് മാത്രം സൂര്യപ്രകാശം എവിടെയുമുണ്ട്, വാതിലുകൾ തുറന്നാൽ മാത്രം മതി. അതുപോലെ അവിടുന്ന് നമ്മിൽ സദാ കൃപ ചൊരിയുന്നു. അത് ലഭിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അടഞ്ഞ വാതിലുകൾ തുറക്കണം. അതിനാൽ ഈശ്വരൻ്റെ കൃപയേക്കാൾ ഉപരി ആദ്യം നമ്മുടെ മനസ്സിൻ്റെ കൃപ നമുക്ക് കിട്ടണം. കുട്ടികൾക്ക് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി മോഡറേഷൻ കൊടുക്കും. എല്ലാവർക്കും മോഡറേഷൻ ഉണ്ടെങ്കിലും അത് കിട്ടണമെങ്കിൽ ഇത്ര മാർക്കെങ്കിലും വാങ്ങിയിരിക്കണമെന്നുണ്ട്. ഒന്നും പഠിക്കാത്തവർക്ക് കിട്ടില്ല. അതുപോലെ നമ്മുടെ ഭാഗത്ത് നിന്നുകൂടി പ്രയത്നം ആവശ്യമാണ്. നല്ല കർമ്മത്തിന് നല്ല ഫലവും ചീത്ത കർമ്മത്തിന് ചീത്ത ഫലവും വിധിക്കാൻ മാത്രമായിരിക്കുന്ന വെറും ഒരു ന്യായാധിപനല്ല ഈശ്വരൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ. ഈശ്വരനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നതെന്നാണ്. നല്ല കർമ്മത്തിന് നല്ല ഫലവും ചീത്ത കർമ്മത്തിന് ചീത്ത ഫലവും വിധിക്കാൻ മാത്രമായിരിക്കുന്ന വെറും ഒരു ന്യായാധിപനല്ല ഈശ്വരൻ. അവിടുന്ന് അതിലുമുപരി കൃപാലുവാണ്.
നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് നമ്മിൽ കാരുണ്യം വർഷിക്കുന്ന കൃപാനിധിയാണ് ഈശ്വരൻ. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നും ആ കൃപയ്ക്ക് പാത്രമാകാൻ അല്പമെങ്കിലും പ്രയത്നം ഉണ്ടായെങ്കിലേ അവിടത്തേക്ക് നമ്മെ രക്ഷിക്കാനാകൂ. നമ്മിൽ പ്രയത്നമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ കാരുണ്യമൂർത്തിയായ അവിടുന്ന്, നമ്മിൽ പ്രയത്നമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ കാരുണ്യമൂർത്തിയായ അവിടുന്ന് വർഷിക്കുന്ന കൃപ നമുക്ക് സ്വീകരിക്കാനാകാതെ പോകും. അത് അവിടുത്തെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. മഹാഭാരത യുദ്ധവും കൗരവരുടെ നാശവും ഒഴിവാക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. ഒരു വീടെങ്കിലും പാണ്ഡവർക്ക് നൽകാൻ അവിടുന്ന് ദുര്യോധനനോട് അപേക്ഷിച്ചു. എന്നാൽ അഹങ്കാരവും വൈരബുദ്ധിയും കാരണം ദുര്യോധനൻ ആ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഭഗവാന്റെ കൃപ സ്വീകരിക്കാനുള്ള ആത്മകൃപ ദുര്യോധനനുണ്ടായില്ല. ജോലിക്ക് ആളെ ആവശ്യപ്പെട്ടുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്യും. ഇന്ന ബിരുദം, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇത്ര ഉയരം, വണ്ണം, ഇതൊക്കെ ആവശ്യമുണ്ടെന്നതിൽ കാണിച്ചിരിക്കും. ഇൻ്റർവ്യൂ സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാലും എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും ചിലരെ ജോലിക്കെടുത്ത് കാണാറില്ല. ചിലർ എല്ലാറ്റിനും ഉത്തരം പറഞ്ഞു എന്ന് വരില്ല. എന്നാൽ അങ്ങനെയുള്ള ചിലരെ ജോലിക്കെടുത്ത് കാണാറുണ്ട്. ഇൻ്റർവ്യൂ ചെയ്ത ആളിൻ്റെ മനസ്സിൽ ഉണ്ടായ അഴിവാണ് അതിന് കാരണം. അതാണ് ഈശ്വര കൃപ. നമ്മുടെ സർവ സൽക്കർമ്മങ്ങളും ഈശ്വര കൃപയ്ക്ക് നമ്മെ പാത്രമാക്കും. അതിനാൽ ഈശ്വര കൃപ ലഭിക്കാനും ആദ്യം ആത്മകൃപയാണ് ആവശ്യം എന്നാണ് അമ്മ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, അമ്മയുടെ ഒരു വിഗ്രഹം, അമ്മയുടെ ഒരു ചിത്രം നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയും അച്ഛനും ഗുരുവും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ, ആ ഈശ്വരീയ ഭാവത്തിൻ്റെ മഹത്വം എന്നേ ഉള്ളൂ. വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രഹിച്ചത് എന്നാണ്, പ്രത്യേകമായി മനസ്സിലാക്കിയത് എന്നാണ്. വള്ളിയൂർദേവിയുടെ ചിത്രം, അമ്മയുടെ ചിത്രം, ആ ചിത്രം കയ്യിലെടുത്താലും നമ്മുടെ അടുത്ത് വെച്ചാലും നിങ്ങളുടെ അടുത്തേക്ക് കാണിക്കുമ്പോഴും ഒക്കെ നമ്മളുടെ മനസ്സിൽ കളർന്നു വരുന്ന ഒരു ഉദാത്തമായ ഭാവമുണ്ട്. സർവവ്യാപിയും സർവജ്ഞനുമാണ് ഈശ്വരൻ എന്ന ഇന്ന് പുണ്യം പൂങ്കാവനം ലൈവിൽ IG വിജയൻ സാർ സൂചിപ്പിച്ചത്, സ്വപ്ന സൂചിപ്പിച്ചതാണ്. അപ്പോൾ ആ ഈശ്വരൻ്റെ ചിത്രം, ആ ഗുരുവിൻ്റെ ചിത്രം എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സാകുന്ന ശ്രീകോവിലിൽ അതിനൊരു വലിയ സ്ഥാനമുണ്ട്. വിശേഷേണ ഗ്രഹിക്കുന്ന ആ വിഗ്രഹത്തിലൂടെ നമ്മൾ എത്തുന്നത് ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യമായ ആ അമ്മയുടെ മഹത്വം നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പിക്കാനാണ്. അതെവിടെ ഇരുന്നാലും ഒരേപോലെയേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നിസ്സംഗത എന്ന ഒരു അധ്യായം. മക്കളെ, ജീവിത അനുഭവങ്ങളെ മാറി നിന്ന് കാണുവാനുള്ള കഴിവ് ഈശ്വരൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഈ കഴിവ് ഒരേപോലെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നിഷ്പക്ഷമായ നിലയിൽ കാണുവാൻ നമുക്ക് എളുപ്പം സാധിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നിഷ്പക്ഷമായ നിലയിൽ കാണാൻ നമുക്ക് എളുപ്പം സാധിക്കും. പക്ഷേ സ്വന്തം പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അവയെ മാറി നിന്ന് കാണുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണ് പതിവ്. ഒരു വിമാന അപകടത്തിൽ നിരവധി യാത്രക്കാർ മരണമടഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ അല്പം വിഷമം തോന്നുമെങ്കിലും അടുത്ത നിമിഷം നമ്മളത് മറക്കും. എന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ആ അപകടത്തിൽ പെട്ടു എന്നറിഞ്ഞാൽ അതിൻ്റെ ആഘാതത്തിൽ മാനസികമായി നമ്മൾ തളർന്നു പോകും. ഒരാൾ ബിസിനസ് മീറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു. വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന മൊബൈൽ അയാൾ പുറത്തിരിക്കുന്ന ഡ്രൈവറെ ഏൽപ്പിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് മുതലാളിയുടെ മൊബൈൽ ശബ്ദിച്ചു. ഡ്രൈവർ അതെടുത്തു. അങ്ങേ തലയ്ക്കൽ നിന്നൊരു സ്ത്രീ പറഞ്ഞു, ഞാനിപ്പോൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുവലറി കടയിൽ നല്ലൊരു നെക്ലസ് കണ്ടു, അതിന് ഇയാളുടെ ഇഷ്ടമായി.
ഇത്ര ഭംഗിയുള്ള ഒരു നെക്ലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് വില വളരെ കൂടുതലാണ്. എന്നാലും അത് വാങ്ങാതെ ഈ കടയിൽ നിന്നിറങ്ങാൻ എനിക്ക് മനസ്സ് വന്നില്ല. അമ്മ എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ കയ്യിലുള്ള പണം തികയാത്തത് കൊണ്ട് നിങ്ങൾ തന്ന ക്രെഡിറ്റ് കാർഡ് കൊണ്ടത് വാങ്ങി. ഡ്രൈവർ പറഞ്ഞു, ഓ നന്നായി, ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ നിന്നിറങ്ങുന്ന വഴി ഞാൻ മെഴ്സിഡസ് കാറിൻ്റെ ഷോറൂമിൽ പോയി. അവരുടെ ഏറ്റവും പുതിയ മോഡലുകളിൽ ഒന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നമ്മുടെ കമ്പനിയുടെ കുറേ ഷെയറുകൾ ഓൺലൈനിൽ വിൽക്കേണ്ടി വന്നു. ഓ സാരമില്ല. അപ്പോൾ ആ സ്ത്രീ സന്തോഷമടക്കാനാവാതെ, ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് വ്യാപാരി പുറത്തു വന്നപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചു. ഡ്രൈവർ നടന്ന സംഭവം വിവരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വ്യാപാരി ബോധം കെട്ട് നിലത്ത് വീണു. വ്യാപാരിയുടെ വീട് പണയം വെച്ചതും കമ്പനിയുടെ ഷെയർ നഷ്ടപ്പെട്ടതും നിസ്സംഗനായി കേൾക്കുവാൻ ഡ്രൈവർക്ക് കഴിഞ്ഞു. എന്നാൽ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. മനസ്സിനെ വേണ്ട പോലെ പരിശീലിപ്പിച്ചാൽ ഏത് സാഹചര്യത്തെയും സാക്ഷിഭാവത്തിൽ കാണുവാനും നേരിടുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കാണുന്ന അതേ നിസ്സംഗതയോടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെയും നേരിടുവാനാകും. അടുത്ത അധ്യായം, സമയം അമൂല്യമാണ്. മക്കളെ, ജീവിതവും മരണവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഓരോ നിമിഷവും മരണം നമ്മുടെ കൂടെ ഉണ്ട്. ഓരോ ശ്വാസം വിടുമ്പോഴും അടുത്ത ശ്വാസം എടുക്കാൻ താൻ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും അമൂല്യമാണ്. വർത്തമാന നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളെ ചെയ്യാം എന്ന് ചിന്തിച്ച് സ്വപ്നത്തിൽ മുഴുകുന്നത് വിഡ്ഢിത്തമാണ്. നാളെ എന്ത് സംഭവിക്കും എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. നാളെക്കുറിച്ച് കണക്ക് കൂട്ടുന്നത് 4 × 4 = 9 എന്ന് കണക്ക് കൂട്ടുന്നത് പോലെയാണ്. 4 × 4 കൂട്ടിയാൽ ഒരിക്കലും 9 ആകാൻ പോകുന്നില്ല. അതിനാൽ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ നിമിഷം വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരൂ. സമയം സന്ധ്യയായിരുന്നു. ചോദ്യം കേട്ടതും ഗുരു മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കാര്യമായി എന്തോ എഴുതാൻ ആരംഭിച്ചു. ശിഷ്യൻ വീണ്ടും ചോദിച്ചു, ഗുരു, എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകൂ. അതും കേട്ടതായി ഭാവിക്കാതെ ഗുരു എഴുതിക്കൊണ്ടേയിരുന്നു. ഇത് പലതവണ ആവർത്തിച്ചു. ഒടുവിൽ ഗുരു എഴുത്ത് നിർത്തി. അതേ നിമിഷം മെഴുകുതിരി ഉരുകിത്തീർന്നു. ശിഷ്യൻ ചോദിച്ചു, ഞാൻ പലതവണ ചോദിച്ചിട്ടും അങ്ങ് എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാത്തത് എന്താണ്? ഗുരു പറഞ്ഞു, നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകിയല്ലോ. ശിഷ്യൻ പറഞ്ഞു, അങ്ങയുടെ മറുപടി ഞാൻ കേട്ടില്ലല്ലോ. ഗുരു പറഞ്ഞു, എൻ്റെ പ്രവൃത്തി തന്നെയായിരുന്നു നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. മെഴുകുതിരി വെളിച്ചം ഏത് നിമിഷവും കെട്ടുപോകാമെന്ന് എനിക്കറിയാമായിരുന്നു. ഒന്നുകിൽ മെഴുകുതിരി ഉരുകി തീർന്നു പോകും, അല്ലെങ്കിൽ കാറ്റത്തത് അണഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇതുപോലെ ജീവിതമാകുന്ന വെട്ടം ഏതു നിമിഷവും കെട്ടുപോകാം. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ശ്രദ്ധയോടെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. അതായിരുന്നു എൻ്റെ സന്ദേശം. നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നത് ഈ നിമിഷം മാത്രമാണ്. അത് കയ്യിലിരിക്കുന്ന പണം പോലെയാണ്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുവാൻ സാധിക്കും. എന്നാൽ ആലോചനയില്ലാതെ ചെലവാക്കിയാൽ അതിൻ്റെ ശരിയായ പ്രയോജനം നമുക്ക് ലഭിക്കില്ല. പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും സമ്പാദിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതിനാൽ ഓരോ നിമിഷവും വിവേകബുദ്ധി ഉണർത്തി ജീവിതയാത്രയിൽ മുന്നോട്ട് പോകണം. ജലമെന്ന നിധി. മക്കളെ, ഇന്ന് പല വീടുകളിലും പ്രകൃതിയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ ചുമരിൽ പതിച്ചു വയ്ക്കുന്നതും തൂക്കിയിടുന്നതും കാണാം. ഇതിൻ്റെ അർത്ഥം വീട്ടുകാർ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ. എന്നിട്ടും അവർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു,
കാവുകൾ വെട്ടിക്കളയുന്നു, കുളങ്ങൾ മൂടുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ജലസമ്പത്തിനെ രക്ഷിക്കാനാവൂ. അതുപോലെ തിരിച്ചു ഇന്ന് ഭൂമിയിലെ ജലം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ വെള്ളം കുറയുമെന്ന് പണ്ട് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിട്ടുണ്ടാവില്ല. എന്നാലും ജലം പാഴാക്കാതിരിക്കാൻ അന്നുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. വെള്ളമില്ലെങ്കിൽ ജീവനില്ല, ജീവിതവുമില്ല. അന്നൊക്കെ എല്ലാ വീടുകളിലും കിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കും. കിണ്ടിയിൽ നിന്നൊഴിച്ചാണ് കൈ കഴുകുകയും മറ്റും ചെയ്തിരുന്നത്. അല്പം പോലും വെള്ളം പാഴാവില്ല. ഇന്ന് പലരും ഉപയോഗം കഴിഞ്ഞ് ടാപ്പ് ശരിയായി അടയ്ക്കാൻ പോലും ശ്രദ്ധിക്കാറില്ല. അമ്മയുടെ കുട്ടിക്കാലം ഓർക്കുന്നു. അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു പൈപ്പേ ഉള്ളൂ. രാവിലെ വെള്ളത്തിന് ചെന്നാൽ രാത്രി വരെ കാത്തു നിന്നാലേ ഒരു കുടം വെള്ളം കിട്ടുകയുള്ളൂ, ചിലപ്പോൾ കിട്ടുകയില്ല. അങ്ങനെ വളർന്നതുകൊണ്ട് ഇപ്പോഴും യാത്രക്കിടയിൽ വഴിയരികിൽ എവിടെയെങ്കിലും പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് കണ്ടാൽ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് പോലെ വിഷമം തോന്നും. ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് വെള്ളം പോകുന്നത് തടയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കും. വെള്ളത്തിൻ്റെ വില ചെറുപ്പത്തിലെ അറിഞ്ഞതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ഭാവം വന്നത്. ഇന്ന് കേരളത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു ഭാഗം കടലിലേക്ക് ഒഴുകുകയാണ്. അതുകൊണ്ട് തീർച്ചയായും 5 സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ളവർ ഒരു 1/2 സെൻറ്റോ 1/4 സെൻറ്റോ സ്ഥലം കുളത്തിനായി മാറ്റിവയ്ക്കണം. സ്ഥലമില്ലാത്തവർ വീടിനോട് ചേർന്ന് മഴ സംഭരണ ടാങ്ക് നിർമ്മിക്കണം. പണ്ടെല്ലാ വീടുകളോടും ചേർന്ന് കാവുണ്ടായിരുന്നു. അന്ധവിശ്വാസത്തെ അകറ്റാനുള്ള ബദ്ധപ്പാടിൽ കാവുകൾ വെട്ടി നശിപ്പിച്ചതോടെ വായുവിൻ്റെയും ജലത്തിൻ്റെയും ശുചീകരണം നിലച്ചു. വീടുകളോട് ചേർന്ന് ചെറിയൊരു കാവ് വേണം. അത്തി, ഇത്തി, അരയാല, പേരാല തുടങ്ങിയ കുറച്ച് വൃക്ഷങ്ങൾ അടുത്തടുത്ത് വയ്ക്കണം. അതെല്ലാ വീട്ടിലും ചെയ്താൽ നന്നായിരിക്കും. പൂർവികർ നമുക്ക് പകർന്നു തന്ന ഇത്തരം നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കട്ടെ. ജലാശയങ്ങളെ പരമാവധി സംരക്ഷിക്കാനും ജലം പാഴാക്കാതിരിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ടാപ്പ് തുറന്ന് ജലം ഉപയോഗിക്കുമ്പോൾ എത്രയും കുറച്ചുപയോഗിക്കുവാൻ കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവരും ഉണർന്ന മാത്രമേ ഭൂമിയിൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പുള്ളൂ. സഹാനുഭൂതി എന്ന അധ്യായം. മക്കളെ, ഇത് യാന്ത്രിക യുഗമാണ്. എല്ലാ കാര്യങ്ങൾക്കും അത് കാരണം അവനവൻ്റെ സന്തോഷത്തിന് മറ്റുള്ളവരുടെ ആവശ്യമില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ട്. നമ്മുടെ സന്തോഷത്തിന് അവർ ആവശ്യമില്ലാത്തതിനാൽ അവരുടെ സന്തോഷത്തിനെ കുറിച്ച് നമുക്ക് ചിന്തയുമില്ല. ശാസ്ത്ര പുരോഗതിയിലൂടെ വിദൂര ഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഇന്ന് സ്വന്തം അയൽവീടുകളിൽ നിന്ന് പോലും ഏറെ അകലെയാണ്. ഒരു കൂരയ്ക്ക് കീഴെ കഴിയുന്നവർ പോലും ദ്വീപുകൾ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്നു. വൃദ്ധരായ അച്ഛനമ്മമാർ അവഗണിക്കപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് വാത്സല്യപൂർണമായ ശിക്ഷണം കിട്ടാതെ പോകുന്നു. പണ്ടുകാലത്തെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അമ്മയുടെ ബാല്യകാലം ഓർക്കുകയാണ്. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് സ്വന്തം കുട്ടികൾക്ക് ആഹാരം നൽകുമായിരുന്നുള്ളൂ. അടുത്ത വീട്ടിൽ കളിക്കാൻ പോയ കുട്ടികൾ രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും അച്ഛനമ്മമാർക്ക് വേവലാതിയില്ല. കാരണം അവർ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് അവർക്കറിയാം. മറ്റുള്ളവരോടുള്ള പരിഗണനയും പങ്കുവയ്ക്കലും വേദനകളിൽ സഹാനുഭൂതിയും അന്ന് സർവ്വസഹജമായിരുന്നു. അതിനെയാണ് വാസ്തവത്തിൽ സംസ്കാരം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് വിവരവും അറിവും വർദ്ധിച്ചു, പക്ഷേ വിവേകവും ഹൃദയവും നഷ്ടമായി. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ പര്യടനം നടത്തിയിരുന്ന ഒരു സംഘം ഒരു വനവാസി കുടിൽ സന്ദർശിച്ച സംഭവം ഓർമ്മ വരികയാണ്. ദാരിദ്ര്യവും വിശപ്പും കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ആ വീട്ടുകാരെ കണ്ട് മനസ്സലിഞ്ഞ അവർ തങ്ങൾ കരുതിയിരുന്ന ഏതാനും ഭക്ഷണപ്പൊതികൾ അവർക്ക് കൊടുത്തു. അത് ഉടനെ കഴിക്കുന്നതിന് പകരം ആ വീട്ടുകാർ അത് വലുതും ചെറുതുമായ പല ഭാഗങ്ങളായി പകുക്കുന്നതാണ് കണ്ടത്. വീട്ടിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയായിരിക്കും അങ്ങനെ പകുത്തു വയ്ക്കുന്നത് എന്നാണ് സഞ്ചാരികൾ കരുതിയത്. എന്നാൽ ഗ്രഹനാഥൻ പറഞ്ഞതനുസരിച്ച് ഒരു പങ്ക് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം വാരിക്കൊണ്ട് മൂത്ത മകൻ പുറത്തേക്ക് ഓടുന്നത് കണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് സഞ്ചാരികൾക്ക് മനസ്സിലായില്ല. ഗ്രഹനാഥൻ വിശദീകരിച്ചു, അവൻ ആ പൊതികൾ ഈ കുടിയിലെ മറ്റു വീടുകളിൽ കൊടുക്കാൻ പോയതാണ്. കൂടുതൽ അംഗങ്ങളുള്ള വീടുകൾക്ക് വലിയ പൊതിയും കുറച്ചുപേർ മാത്രമുള്ളിടത്ത് ചെറിയ പൊതിയും. അത് കേട്ട സംഘാംഗങ്ങൾ ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് കഴിക്കാനല്ലേ ഭക്ഷണം തന്നത്?
നിങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ? അവർ വിശന്നിരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചാലും ഞങ്ങളുടെ വയർ നിറയുകയില്ല. അവരുടെ വിശപ്പ് ഞങ്ങളുടേതുമാണ്. കാരണം അവരും ഞങ്ങളും ഭിന്നരല്ല. ഒന്നുകൂടി ഞാൻ ആ വരി വായിക്കാം. നിങ്ങൾക്കുള്ളതിൽ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് കിട്ടിയതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ? അവർ വിശന്നിരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചാലും ഞങ്ങളുടെ വയർ നിറയുകയില്ല. അവരുടെ വിശപ്പ് ഞങ്ങളുടേതുമാണ്. കാരണം അവരും ഞങ്ങളും ഭിന്നരല്ല. കാടന്മാരെന്ന് നമ്മൾ മുദ്ര കുത്താറുള്ള ആ ജനതയ്ക്കുള്ള പരസ്പര സ്നേഹവും കരുതലും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്നും ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ ആധുനിക ലോകം പഠിക്കേണ്ടിയിരിക്കുന്നു. സേവനവും സാധനയും എന്ന അധ്യായമാണ് അടുത്തത്. മക്കളെ, കർമ്മം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ട് മാത്രമേ സംസാര ദുഃഖത്തിൽ നിന്നുള്ള ആത്യന്തിക മുക്തി ലഭിക്കൂ എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. ആ സ്ഥിതിക്ക് സേവനത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് അടുത്തയിടെ ഒരു മോൻ ചോദിക്കുകയുണ്ടായി. ആത്മാവ് തന്നിൽ മാത്രം കുടിയിരിക്കുന്നതല്ല, സകല ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നതാണ്. എല്ലാം ഒന്ന് എന്ന് കാണുമ്പോൾ മാത്രമേ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ. ഒരു ഉറുമ്പിൻ്റെ കൂടി ഒപ്പില്ലാതെ ഈശ്വരൻ്റെ ലോകത്തേക്ക് നമുക്ക് കടക്കാനാവില്ല. സർവ്വജീവജാലങ്ങളോടുമുള്ള കരുണയും ഈശ്വര സ്മരണയുമാണ് ഒന്നാമതായി വേണ്ടത്. ആ വിശാലത വന്നാൽ മുക്തിക്ക് പിന്നെ താമസമില്ല. നമ്മൾ അമ്പലത്തിൽ പോയി 3 വലത്തിട്ട് തൊഴും. ഇറങ്ങി വരുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന ഭിക്ഷക്കാരനെ ചവിട്ടുകയും ചെയ്യും. അതല്ല വേണ്ടത്. നമ്മൾ ആരെ പോയി തൊഴുതുവോ ആ ഈശ്വരനെ ഭിക്ഷക്കാരനിലും കണ്ടാലേ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിന് പൂർണ്ണമായും അർഹരാകുന്നുള്ളൂ. മനുഷ്യനെ ഈശ്വരനായി കണ്ടുകൊണ്ട് വേണം സേവിക്കാൻ. അപ്പോഴേ നമ്മളിൽ വിനയമുണ്ടാവും. ഞാൻ ലോകസേവനം ചെയ്യുന്നു എന്ന ഭാവമുണ്ടായാൽ തെറ്റുപറ്റി. ആ ഭാവത്തോടുകൂടി ചെയ്യുന്നതൊന്നും സേവനമല്ല. ഞാനൊന്നുമല്ല എന്ന ഭാവത്തിൽ സ്നേഹത്തോടെയുള്ള വാക്ക്, സ്നേഹത്തോടെയുള്ള പുഞ്ചിരി, സ്നേഹത്തോടെയുള്ള പ്രവൃത്തി, ഇതൊക്കെയാണ് ശരിയായ സേവനം. ഇവിടത്തിരുന്ന് സാധന ചെയ്തിട്ട് ഞാൻ പൂർണ്ണനായി എന്ന് പറഞ്ഞാൽ അമ്മ അംഗീകരിക്കില്ല. ലോകത്തിറങ്ങി സേവിക്കുന്നതും സാധനയുടെ ഒരു ഭാഗമാണ്. ആ സമയത്ത് മാത്രമേ ധ്യാനം എത്ര കണ്ട് ഫലപ്രദമായി എന്നറിയാൻ കഴിയും. കുറുക്കൻ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിചാരിക്കും ഞാൻ ശക്തനായി, ഇനി നായയെ കണ്ടാൽ കൂവുകയില്ല. പക്ഷേ ഒരു നായയുടെ വാല് കണ്ടാൽ മതി, എല്ലാം മറക്കും. ഉടനെ ഓരിയിടുവാൻ തുടങ്ങും. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവർ കോപിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ സമചിത്തത വിടാതിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ വളർച്ചയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. സേവനവും സാധനയായി കണ്ട് ഈശ്വര അർപ്പണമായി ചെയ്യണം. അതിനിടയിൽ ആരെങ്കിലും നമ്മളോട് ദേഷിക്കുമ്പോൾ മനസ്സൽപ്പം അസ്വസ്ഥമായാൽ കൂടി അത് മനനം ചെയ്ത് മാറ്റുവാൻ കഴിയും. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ നേരെ ദേഷിച്ചല്ലോ, ഇങ്ങനെ സ്വയം വിചാരം ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ പിന്നെ ആരോടും ദേഷ്യം വരില്ല. ഏകാന്തതയിൽ ഇരുന്ന് തപസ് ചെയ്തത് കൊണ്ട് മാത്രം ഒരുവനെ ധീരനെന്ന് വിളിക്കാൻ കഴിയില്ല. പ്രതികൂല സാഹചര്യങ്ങളിലും പലവിധ കർമ്മങ്ങളുടെ നടുക്കും തെല്ലും പതറാതെ ഏകാഗ്ര ചിത്തനായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് ധീരൻ, അവനാണ് യഥാർത്ഥ തപസ്വി. അവൻ്റെ മനസ്സിൻ്റെ താളലയം നഷ്ടമാക്കാൻ ഒരു സാഹചര്യത്തിനും കഴിയുന്നില്ല. അതിനാൽ സാധനയുടെ ഒരു ഭാഗം തന്നെയാണ് സേവനം. ഈ അരമണിക്കൂർ സമയം അമ്മ എഴുതിയ പുസ്തകത്തിലെ ഏതാനും അധ്യായങ്ങൾ വായിച്ചതിലൂടെ 9 മണിക്ക് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യതിയാനം എനിക്കുണ്ടോ എന്ന് അവരവർ ഒരാത്മപരിശോധന നടത്തണം. അപ്പോൾ അതിന് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമാണ് ജീവിതയാത്രയിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് സാധിക്കാൻ ഈ പരമ്പരയിൽ കഴിഞ്ഞ 82 ദിവസങ്ങളായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും 83-ാം ദിവസവും എത്തിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ 234-ാം ദിവസവുമാണ്. എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഈ പുണ്യദിനത്തിൽ
എല്ലാവരും അമ്മയുടെ വചനങ്ങൾ കേൾക്കുവാൻ എത്തിയത് ഏറ്റവും ധന്യമാർന്ന ശ്രേഷ്ഠമായ ഒരു മഹത്കാര്യമായി കാണാൻ ഈ സമയം വിനിയോഗിക്കുന്നു. പുണ്യം പൂങ്കാവനം പരിപാടിയിൽ പങ്കെടുത്തവരും എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടാകണം എന്ന ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന അത് സൂചിപ്പിച്ച സുരേഷ് കുമാർ സാർ, സ്വപ്ന ദാസ്, പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചക്രപുരം രവീന്ദ്രൻ കാസർഗോഡ്, രാധാകൃഷ്ണൻ വാസ്യാൻ സാർ കൊല്ലം, തിരുവനന്തപുരത്തെ ഗിരിജ ചേച്ചിയും ശശിചേട്ടനും, കുണ്ട്രയിലെ മധുവേട്ടനും പ്രസന്ന ടീച്ചറും, തിരുവനന്തപുരത്തെ ജയശ്രീ ടീച്ചർ, ഉഷ ചേച്ചി, എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടി കോടി പ്രണാമമർപ്പിക്കുന്നു. മഹാഭാഗവത സത്സംഗത്തിലും അമ്മയുടെ ഈ ഗുരുദർശനം എന്ന ചടങ്ങിലുമൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തി ഇരിക്കുന്നത് തീർച്ചയായും ഗുരുത്വത്തിൻ്റെ മഹത്വമാണ്. അതുപോലെ വിജയകുമാരി ടീച്ചർ, എല്ലാവരെയും നമസ്കരിക്കുക. ബോംബെ ബിരാറിൽ നിന്ന് സതീഷുണ്ട്. ഒട്ടേറെ പേർ നമ്മുടെ ഈ പരിപാടിയിൽ സമ്പൂർണ്ണമായി പങ്കെടുക്കുന്നു. അമ്മയുടെ ആധ്യാത്മികമായ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തെ ധന്യമാക്കുന്നു, ഊർജം പ്രസരിപ്പിക്കുന്നു, ഐശ്വര്യം കൂടുതൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ശ്യാമനും നമസ്കാരം. അതുപോലെ സജീവൻ പൂക്കാട്ടുപടി, ധാരാളം പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. മോഹൻദാസ്, അവർക്ക് വയനാട്ടിൽ നിന്നാണ് ശ്രീ മോഹൻദാസ് പങ്കെടുക്കുന്നത്. അതുപോലെ വടകരയിലെ അമൃത കുടുംബത്തിലെ അംഗങ്ങൾ. പിന്നീട് ഇപ്പോൾ ലൈവിലില്ലെങ്കിലും ഈ ലിങ്ക് എല്ലാവരും കണ്ട് കൂടുതൽ പേർ അതിൻ്റെ അനുഭൂതി നുകരുന്നു. വളരെ ഏറെ പ്രാധാന്യമുള്ള ഈ ദിവസം നമ്മുടെ അയർലൻഡിലെ നമ്മുടെ മീന പുരുഷോത്തമൻ ചേച്ചിയുടെ അച്ഛൻ ഇന്ന് ദിവംഗതനായ വിവരവും വ്യസനസമേതം അറിയിക്കുന്നു. എല്ലാവരുടെയും കുടുംബങ്ങളിലെ ഒരു പ്രാർത്ഥന അതിനും ഉണ്ടാവണം. ഈശ്വരീയമായ ഒരു ധർമ്മം പാലിക്കുന്ന യാത്രയിൽ അവരൊക്കെ നമ്മളെ ശരീരമേ വിട്ടുപിരിയുന്നുള്ളൂ, അവരുടെ ആത്മാവും പ്രാർത്ഥനകളുമൊക്കെ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവും എന്നാണ് കരുതുന്നത്. വിജയകുമാരി ടീച്ചറിനും സുരേഷ് കുമാർ GSK എല്ലാവർക്കും നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഒരു ദിവസവും മുടങ്ങാതെ യാത്രയിലായാലും മറ്റ് കർമ്മങ്ങളിലായാലും ഏതെങ്കിലും ഒരു സമയം നമുക്കതുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ ചക്രപുരത്തെ ശ്രീ തമ്പാൻ വള്ളിയോട്ട്, നമ്മുടെ ഗുരുത്വ സങ്കല്പത്തിൽ ധാരാളം പേർ കർമ്മവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നത് വലിയൊരു പുണ്യമാണ് എന്ന് കണ്ടുകൊണ്ട് നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേരാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും ഒക്കെ നമുക്ക് നൽകട്ടെ. അക്ഷയും അമൃത വർഷിണിയും അതുലും അതുപോലെ ഭാഗവത കുടുംബത്തിലെ അംഗങ്ങളെല്ലാം അമ്മയുടെ ഈ ചടങ്ങിൽ കുടുംബസഹിതം സംബന്ധിക്കുന്നു. രാവിലെ നാളെ സൂര്യൻ്റെ ദിവസമാണ്. മണ്ണാറശാല ആയില്യമാണ്. പൂയവും ആയില്യവും നാളെയുണ്ട്. സപ്തമിയും അഷ്ടമിയും നാളെയുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ ചടങ്ങുകൾക്കൊക്കെ ഗുരു പരമ്പരയുടെ അനുഗ്രഹവും പ്രത്യക്ഷത്തിൽ അത് നൽകാൻ അമ്മയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപത്തോടുകൂടി നമുക്ക് ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കാം. സർവേഷാം സ്വസ്തിർഭവതോ, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതോ, സർവേ ഭവന്തു സുഖിനാ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ ശ്രീലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ
അമൃതാനന്ദമയി ദേവി തൃപ്പാദങ്ങളെ നീ സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളെ നീ സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.